പോയത് മറ്റൊന്നും കൊണ്ടല്ല. അവിടെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത ഡോക്ടറെ കാണുവാനും അഭിനന്ദിക്കുവാനും അതോടൊപ്പം തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായി കിടക്കുന്ന പൊടിപോലെ നേരിട്ട് കാണുവാൻ വേണ്ടിയാണ് ഞാൻ അവിടെ പോയത്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ പെട്ട ഒരു വ്യക്തിയാണ്. ഒത്തിരി സഹായങ്ങൾ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊടിപോലെ ഇന്ന് ഒരു പുതിയ ജീവിതം ലഭ്യമായിരിക്കുന്നത് എന്ന അഭിമാനത്തോടുകൂടി ഞാൻ ഇത്തരണത്തിൽ ഓർക്കുന്നു. പക്ഷേ അതിന് മനസ്സ് കാണിച്ച മറ്റൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ അപകടത്തിൽപ്പെട്ട മരണമുണ്ടായപ്പോൾ ആ കുടുംബം കാണിച്ച ഏറ്റവും വലിയ മനസ്സാണ് ഇന്ന് രണ്ട് ജീവിതങ്ങൾ അല്ലെങ്കിൽ രണ്ടുപേരുടെ ജീവിതം തുടർന്നു പോകുവാനുള്ള അവസരം ഒരുക്കിക്കൊടുക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി തന്നെ മാറിയിരിക്കുന്നു. പലപ്പോഴും അവയവദാനത്തിന് വേണ്ടിയുള്ള സമ്മതപത്രം കൊടുക്കുമ്പോഴും നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരുപക്ഷെ അതിൽ ചില എതിർപ്പുകൾ പ്രകടിപ്പിക്കുമ്പോഴും യുവാക്കൾ എന്നുള്ള നിലയിൽ, ചെറുപ്പക്കാർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷകർത്താക്കളാണെങ്കിലും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കാണെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനും ഈ ഒരു പുതിയ ജീവൻ നൽകുവാൻ കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ആത്മസംതൃപ്തി, ക്രിസ്തുദേവൻ നൽകിയ സന്ദേശം, സ്നേഹം എന്ന് പറയുന്ന മഹത്തായ സന്ദേശത്തിന്റെ ഉടമകളായി മാറുവാൻ അവസരം കിട്ടുന്നു എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ കഴിയും. തീർച്ചയായും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി തന്നെ ഞാൻ കാണുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 85ഓളം ഇവിടെ ഈ ഒത്തുചേരൽ നടക്കുമ്പോഴും പുനരൈക്യത്തിന്റെ ഭാഗമെന്നുള്ള നിലയിൽ 3 ദിവസക്കാലം ഒത്തുചേരുമ്പോഴും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഈ ആഘോഷത്തോടൊപ്പം നിങ്ങൾ തീരുമാനമെടുക്കുകയാണ്. 85ഓളം ആളുകളുടെ ഹൃദയ ശസ്ത്രക്രിയ, 3000ഓളം വരുന്ന ആളുകൾക്ക് ഡയാലിസിസിന് വിധേയമാകേണ്ടവരെ സഹായിക്കുക, 10ഓളം ആളുകൾക്ക് വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക, ഇങ്ങനെ തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ, നേതൃത്വം കൊടുക്കുവാൻ, പ്രത്യേകിച്ച് യുവജന സംഘടന എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും അതിലേറെ ഉപകാരപ്രദമാക്കി മാറ്റിയെടുക്കുവാനും മറ്റുള്ള ആളുകൾക്കും ഇതിന് മാതൃകയാക്കി മാറ്റിയെടുക്കുവാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുന്ന പ്രതിജ്ഞകൾ നിങ്ങൾ ഏറ്റുചൊല്ലുന്നത് നമ്മുടെ സമൂഹത്തിന് കണ്ണു തുറപ്പിക്കുവാൻ കഴിയുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ദീർഘമായി കാര്യം തിരുമേനിമാരുടെ പുസ്തകം കേൾക്കുമ്പോഴാണ് എനിക്കും എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളുവാൻ, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്തെങ്കിലുമൊക്കെ കേട്ട് നാളുകളിൽ അത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുവാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുവാനുള്ള അവസരം ഒരുക്കിയെടുക്കാൻ കഴിയുന്നത് എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ടാണല്ലോ തുടക്കത്തിൽ തന്നെ ക്ലീമീസ് പിതാവ് പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ ഇടയായതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാളുകൾ നിങ്ങളുടെ എത്തിച്ചേരുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഈ അന്തർദേശീയ യുവജന കൺവെൻഷൻ അതിനെ ഉപകാരപ്രദമാക്കി മാറ്റിയെടുക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന അന്തർദേശീയ സമിതിയുടെ പ്രസിഡന്റ്, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ റെനി രാജ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം മലങ്കര കത്തോലിക്ക സഭ നടത്തിക്കൊണ്ടിരിക്കുന്ന, അന്തർദേശീയ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഈ അന്തർദേശീയ യുവജന കൺവെൻഷൻ, 25ാം അന്തർദേശീയ യുവജന കൺവെൻഷൻ നിങ്ങളെല്ലാവരുടെയും അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.
കേന്ദ്ര സമിതിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഭിവന്ദ്യ വിൻസെന്റ് മാർ പൗലോസ് തിരുമേനി ഇപ്പോൾ കേന്ദ്ര സമിതിയുടേതായ ഒരു മെമന്റോ സമർപ്പിക്കുന്നു. തന്റെ വിലയേറിയ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഈ തോമസ് കയ്യാലക്കലിനെ ആമുഖ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഡൽഹി ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്ത തിരുവല്ല അതിരൂപതയുടെ പ്രസിഡന്റും ഈ യുവജന കമ്മീഷന്റെ ഭദ്രാസനതല ഭാരവാഹികളെ, തിരുവല്ല അതിരൂപതയുടെ ഡയറക്ടറേഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട സ്നേഹമുള്ള യുവജന സഹോദരങ്ങളെ, 85ാം പുനരേക്യ വാർഷിക എല്ലാ പ്രിയപ്പെട്ട യുവജന സഹോദരങ്ങളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹപൂർവ്വം നാം പ്രോത്സാഹിച്ചു നൽകുന്നത്. 20ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വെണ്ണിക്കുളത്ത് നിന്നും ഈ പ്രദേശത്ത് വന്ന് കുടിൽ കെട്ടി താമസമാക്കിയ വിശുദ്ധമായ മണ്ണിലാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ യുവജനങ്ങളായ നാം ഏവരും ചവിട്ടി നിൽക്കുന്നത് എന്നത്. ഈ മണ്ണിൽ നാം നിൽക്കുമ്പോൾ സഭയോട് ചേർന്ന് നിൽക്കുവാനും യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുവാനും ആ വിശ്വാസം ഈ സമൂഹത്തിൽ പകർന്നു നൽകുവാനുമുള്ള തീരുമാനം വിശ്വത്തെ ഉണർത്താം എന്ന ആപ്തവാക്യമാണ് ഈ ദിവസം നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുവാനും നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു നൽകിയ വിശ്വാസത്തിൽ 85ാം എംസിവയും സഭാതല സമിതിക്ക് രൂപം നൽകുവാൻ നേതൃത്വം നൽകിയ ഭാഗ്യസ്മരണാർഹനായ സിറിൽ ബസേലിയോസ് ബാബ തിരുമേനിയെ ഈ സമ്മേളന വേദിയിൽ സ്നേഹപൂർവ്വം ഈ സമയത്ത് ഓർക്കുന്നു. പിതാവ് ഇപ്രകാരം ഒന്നു ചേരണമെന്നും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിന് വേണ്ട നേതൃത്വം നൽകുകയും ചെയ്തത്. വർഷക്കാലമായി എംസിവൈഎമ്മിന് നേതൃത്വം കൊടുക്കുന്ന പ്രത്യേകിച്ച് സഭാതലത്തിൽ ഭദ്രാസന സ്നേഹപൂർവ്വം ഈ വേദിയിൽ ഓർക്കുന്നു. തിരുവല്ല അതിഭദ്രാസനത്തിലെ പ്രിയ അവർ ഈ ഒരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുകയായിരുന്നു. ബഹുമാനപ്പെട്ടങ്ങളായി മാറും എന്ന് നമുക്ക് ഓരോരുത്തർക്കും തീരുമാനമെടുക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി പ്രസിഡന്റ് ശ്രീ റെന്നി രാജ് തേവർത്തോട്ടത്തിനെ ക്ഷണിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിന് മുൻപായി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനായി യൂത്ത് കമ്മീഷൻ ചെയർമാൻ അഭിവന്ദ്യ വിൻസെന്റ് മാർ പൗലോസ് മെത്രാപ്പോലീത്ത തിരുമനസിനെ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്ദ്യ കുർലോസ് പിതാവേ, അഭിവന്ദ്യ ബർണബാസ് പിതാവേ, എംസിവൈഎമ്മിൻ്റെ സഭാസ്ഥല സമിതി പ്രസിഡന്റ് മിസ്റ്റർ റെന്നി കയ്യാലക്കിലച്ച, തിരുവല്ല KCOM-ൻ്റെ ഡയറക്ടർ കയ്യാലക്കിലച്ച, നമ്മുടെ സഭാതല സമിതി അംഗങ്ങളെ, അതുപോലെ തന്നെ രൂപത ഭാരവാഹികളെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, യൂത്ത് മിനിസ്ട്രിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരെ, ആനിമേറ്റേഴ്സ്, യുവജന സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും നിങ്ങൾ നീണ്ട ഒരു പ്രസംഗം ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഇത്രയും യുവജനങ്ങളെ ഒന്നിച്ച് കാണുക എന്ന് പറയുന്നതും അവരോട് സംസാരിക്കുമ്പോഴും എത്രയും വേഗം നിർത്താൻ പറ്റുമോ എന്ന് എനിക്ക് സംശയം തോന്നുക. എന്നാലും 1-2 ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ഒരു മാർപ്പാപ്പ ലോകം മുഴുവനും വേണ്ടി ഒരു ചാക്രിക ലേഖനം എല്ലാവർക്കും വേണ്ടി എന്ന് എഴുതിയിട്ടില്ല. സാധാരണ എഴുതുന്നത് പിതാക്കന്മാർക്കും വൈദികർക്കും ദൈവമക്കൾക്കും അല്ലെങ്കിൽ സന്മനസ്സുള്ളവർക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് എഴുതുന്നത്. ഇന്നത്തെ മാർപ്പാപ്പ നമുക്ക് എഴുതിയിരിക്കുന്നത് ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ലൗദാത്തോസി എന്ന് പറയുന്ന ഒരു ചാക്രിക ലേഖനം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇത് വായിച്ചിട്ട് ഒരു പ്രോട്ടസ്റ്റന്റ് സഭയിലുള്ള ഒരു സ്കോളർ എന്നോട് പറയുകയുണ്ടായി, കത്തോലിക്ക സഭയ്ക്ക് മാത്രമേ ലോകത്തിൻ്റെ മനസാക്ഷിയെ സ്പർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. Only the Catholic Church can touch the heart of disturb the conscience of the
പീപ്പിൾ. ലോകത്തിൻ്റെ മനസാക്ഷിയെ ഉണർത്താൻ സാധിക്കുന്നത് കത്തോലിക്ക സഭയ്ക്കാണ്. ഈ അവസരത്തിൽ ഞാൻ മാർപ്പാപ്പ പറഞ്ഞ ഒരു വാചകം ഓർക്കുകയാണ്. ഏഷ്യൻ യൂത്ത് ഡേക്ക് മാർപ്പാപ്പ നൽകിയ ഒരു സന്ദേശം. സാധാരണ നമ്മൾ പറയുന്നത് യുവജനങ്ങളാണ് നമ്മുടെ ഭാവി, സഭയുടെ ഭാവി എന്ന് പറയുന്നത് യുവജനങ്ങളാണ്. യു ആർ ദ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. എന്നാൽ മാർപ്പാപ്പ അല്പം അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കുറച്ച്, യു ആർ നോട്ട് ഓൺലി ദ ഫ്യൂച്ചർ ഓഫ് ദ ചർച്ച് ബട്ട് ഓൾസോ യു ആർ ദ പ്രസന്റ് ഓഫ് ദ ചർച്ച്. നിങ്ങൾ ഭാവി മാത്രമല്ല, സഭയുടെ ഇന്ന് എന്ന് പറയുന്നതും പ്രസന്റ് എന്ന് പറയുന്നതും യുവജനങ്ങളാണെന്ന് പറഞ്ഞു. ഇത് നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. നമ്മുടെ യൂത്ത് ഡേ ആഘോഷിക്കുന്നതിന് 2 ആഴ്ച കൂടിയേ ഉള്ളൂ. 4-ാം തീയതിയാണ് നമ്മൾ യൂത്ത് ഡേ നമ്മുടെ സഭയിൽ ആഘോഷിക്കുന്നത്. ഞാൻ അതിൻ്റെ സർക്കുലർ എഴുതണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എന്തിനെക്കുറിച്ചാണ് ഈ പ്രാവശ്യം എഴുതേണ്ടതെന്ന് ചിന്തിച്ചപ്പോൾ മാർപ്പാപ്പയുടെ ഈ ചാക്രിക ലേഖനത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതുകയായിരുന്നു. നിങ്ങളുടെ കരങ്ങളിൽ കിട്ടും, നിങ്ങൾക്ക് വായിക്കാം. അതിൽ 231 നമ്പറിൽ മാർപ്പാപ്പ ഒരു വാചകം ഉപയോഗിക്കുന്നുണ്ട്. എ കൾച്ചർ ഓഫ് മ്യൂച്വൽ കെയർ. നമ്മുടെ സംസ്കാരം കരുതുന്ന സംസ്കാരമായിട്ട് മാറണം. വിശ്വാസത്തിലൂടെ വിശ്വത്തെ ഉണർത്താം എന്നുള്ള ചിന്തയാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. മാർപ്പാപ്പ പറയുന്നത് ഒരു കൾച്ചർ ഓഫ് ലവ്, കൾച്ചർ ഓഫ് മ്യൂച്വൽ കെയർ, ഇത് നമ്മൾ ബിൽഡപ്പ് ചെയ്യണമെന്നാണ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഈ ചിന്ത? ഞാൻ 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആ കരുതലിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് കൺസേൺ ഫോർ പേഴ്സണൽ ഹോളിനെസ്, സ്വന്തം വിശുദ്ധിയെക്കുറിച്ചുള്ള കരുതൽ. കൺസേൺ ഫോർ ദ പീപ്പിൾ ഹു ഹാവ് നോട്ട് യെറ്റ് ഹേർഡ് ഓഫ് ജീസസ്, യേശുവിനെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവരെ കുറിച്ചുള്ള കരുതൽ. കൺസേൺ ഫോർ ദ പൂവർ ആൻഡ് നീഡി, ഇന്നത്തെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഒരുക്കിയ പാവപ്പെട്ടവരെ കുറിച്ചുള്ള കരുതൽ. അവസാനം മാർപ്പാപ്പ പറയുന്നത് പ്രകൃതിയെ, കോമൺ ഹോം, നമ്മുടെ പൊതുഭവനമായ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നതിനുള്ള, കരുതുന്നതിനുള്ള. ആദ്യമായിട്ട് ഇതിന് ചെയ്യേണ്ടത്, നമ്മൾ വിശ്വത്തെ ഉണർത്തുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് വി ഹാവ് ടു ക്രിയേറ്റ് എ കൾച്ചർ ഓഫ്, നമ്മുടെ കൾച്ചറിനെ തന്നെ വിശ്വാസം കൊണ്ട് നവീകരിക്കണം. എന്താണ് നമ്മുടെ സംസ്കാരം എന്ന്? വളരെ വ്യത്യസ്തമായ സംസ്കാരമാണ്. ഇതിനെ ഇന്ന് വിളിക്കുന്നത് ഇൻസ്റ്റന്റ് കൾച്ചർ എന്നാണ്. എല്ലാം ഒരു ടച്ചിലാണ് നടക്കുന്നത്, എല്ലാം ഒരു ടച്ചിലാണ്. പണ്ട് കണ്ണാടി ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ മുകളിൽ എഴുതി വയ്ക്കും ഹാൻഡിൽ വിത്ത് കെയർ. അപ്പം ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ മുകളിൽ നിങ്ങൾ എഴുതി വെക്കണം, സെൽഫോണിൻ്റെ മുകളിൽ നിങ്ങൾ എഴുതി വെക്കണം ഹാൻഡിൽ വിത്ത് കെയർ. ഇന്നത്തെ കൾച്ചർ എന്ന് പറയുന്നത് എല്ലാം ഒന്ന് ടച്ച് ചെയ്യുക, അതൊന്ന് ടേൺ ചെയ്യാനോ ഒന്നിനും സമയമില്ല. ഇപ്പം എല്ലാം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടക്കണം. ഇൻസ്റ്റന്റ് കൾച്ചർ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഇതാണ് നമ്മൾ ഇന്നത്തെ സമൂഹം പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇവിടെ എന്താണ് നമുക്ക് ആവശ്യം? നമ്മുടെ യുവജനങ്ങൾ എങ്ങനെ മാറണം? 3 കാര്യങ്ങൾ. സ്റ്റാമിന വേണം, പിടിച്ചു നിൽക്കാൻ കഴിവ്. പ്രധാനമായിട്ട് നമുക്ക് ഫിസിക്കൽ സ്റ്റാമിന വേണം. ശരീരത്തിന് പുഷ്ടിയില്ല അല്ലെങ്കിൽ ആരോഗ്യമില്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഇന്ന് പുരുഷന്മാരുടെ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ മുഖത്ത് നോക്കിയാൽ ഒരു ഐശ്വര്യം കാണുന്നില്ല. പണ്ടൊക്കെ യുവജനങ്ങളെന്ന് പറഞ്ഞാൽ അവരെ കണ്ടാൽ തന്നെ ഒരു മീശയൊക്കെ വെച്ച് ഇങ്ങനെ ഗമയ്ക്കൊക്കെ നിൽക്കുന്നത് കാണാം. ഇപ്പോൾ അവരുടെ അത് പുരുഷത്വത്തിൻ്റെ അടയാളമാണ്, അവന് നല്ലൊരു മീശ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. ഇപ്പം ആ മീശ അങ്ങ് ചുരുങ്ങി ഇവിടെ ഒരു 4, 3, 7 മുടിയായിട്ട് അങ്ങ് മടങ്ങുക ഇവിടെ താഴെ. അങ്ങോട്ട് നിവർന്ന് നിൽക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവർ വിചാരിക്കുന്നത് കർത്താവ് ആദ്യത്തെ ഹവ്വായെ സൃഷ്ടിച്ചപ്പോൾ യഥാർത്ഥത്തിൽ കർത്താവ് എടുത്തത് ആദത്തിന്റെ എല്ലുകളിൽ ഒന്നാണ് ഊരിയെടുത്തത്. പക്ഷെ ഇവർ വിചാരിക്കുന്നത് നട്ടല്ലങ്ങ് ഊരി എന്നാ വിചാരിക്കുന്നത്. ഇവർക്ക് നിമിർന്ന് നിൽക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നമ്മൾ ഇരുന്നിരുന്നിരുന്ന് നടുവേദനിക്കുക, മൂവ്മെന്റ് ഇല്ല. ഏറ്റവും കൂടുതൽ നമ്മുടെ കൈ മൂവ്മെന്റ് ഉള്ളത് ഈ 2 വിരലുമാണ്. എപ്പോഴും ഇങ്ങനെ ഇരിക്കുക. ഇത് രണ്ടിനും ഇനി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന്റെ ആവശ്യം വരും. ഇതാണ് ഇപ്പൊ നമുക്ക് മൂവ്മെന്റ്, വേറെ ഒന്നുമില്ല.
രണ്ടാമതായിട്ട്, യു ഡോണ്ട് ഹാവ് ദ സ്പാൻ ഓഫ് അറ്റൻഷൻ. 30 മിനിറ്റ് കൊണ്ട്, അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ 30 വെബ്സൈറ്റ് നിങ്ങൾ ബ്രൗസ് ചെയ്യുന്നുണ്ട്. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു സ്വപ്ന ലോകത്തിലാണ്, നമ്മൾ വേറൊരു വേൾഡിലാണ് താമസിക്കുന്നത്. നമ്മുടെ സംസ്കാരം ആകെ മാറി. ഞാൻ പണ്ട് ഈ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, നിരാഹാര സമരം ഭയങ്കര ഒരു സമരമായിരുന്നു. ശക്തിയുള്ള, ആവശ്യപ്പെടുന്ന കാര്യം സാധിക്കുന്നത് വരെ നിരാഹാരം ഇരിക്കും. പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു. പക്ഷെ അവർക്കൊരു മെത്തഡോളജി ഉണ്ടായിരുന്നു. പകല് നിരാഹാരം ഇരിക്കാൻ, രാത്രി ഇരുട്ടാൻ കഴിക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും പറ്റുകയില്ല. നിരാഹാരം ഇരിക്കുന്ന ആള് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഫ്ലാഷ് ന്യൂസ്, വലത്തോട്ട് തിരിഞ്ഞാൽ അത് ബ്രേക്കിംഗ് ന്യൂസ്. ഇങ്ങനെ ക്യാമറ ഇരിക്കുക, ഈ നിരാഹാരം ഇരിക്കുന്ന ആൾ എങ്ങോട്ട് തിരിയുന്നു നോക്കിക്കൊണ്ട്. ഒരിക്കലും സാധ്യത. അതുകൊണ്ട് അവർ മെത്തഡോളജി മാറ്റി. ചുംബന സമരം, നിലവിളി സമരം, നിൽപ്പു സമരം, ഇതൊക്കെയാണ് പുതിയ സമരമുറകൾ. ഇത് പുതിയൊരു കൾച്ചർ. നമ്മുടെ രീതികൾ മാറുക. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യം എന്താണ്? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ജീവിക്കണം. നമ്മുടെ പ്രപഞ്ചം ഇന്ന് അതിൻ്റെ പവിത്രത, ദൈവത്തിൻ്റെ സൃഷ്ടി എന്നുള്ള അന്തസ് അല്ലെങ്കിൽ ആ ഒരു നേച്ചർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഗൂഡല്ലൂരിൽ ചെന്നു, നമ്മുടെ ബത്തേരി രൂപതയിൽ. അവിടെയുള്ള മനുഷ്യരെ കാണാൻ എന്തൊരു ഐശ്വര്യമാണ്. അവിടെ ഉള്ളവരാണ് കൈ പിടിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ കമ്പനികളില്ല, പൊല്യൂഷൻ ഇല്ല. എല്ലാവരും വളരെ പ്രായമുള്ളവർ പോലും അവരെ കണ്ടാൽ പോലെ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ബ്യൂട്ടി പാർലറുകളുടെ ആവശ്യമേ ഇല്ല, നിങ്ങൾ എല്ലാവരും സൗന്ദര്യമുള്ളവരാണെന്ന് പറഞ്ഞു. അത്രയും ആ പ്രകൃതിയോടെ ചേർന്ന് ജീവിക്കുന്നത് കൊണ്ടാണ്. അപ്പം നമുക്കൊരു ഫിസിക്കൽ സ്റ്റാമിന നമുക്ക് ആവശ്യമുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് സ്പിരിച്വൽ സ്റ്റാമിന. മാർപ്പാപ്പ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളും പറഞ്ഞിട്ട് അവസാനം സൊല്യൂഷനായിട്ട് പറയുന്ന ഇതാണ്: an ecological spirituality. ഒരു ആത്മീയ ശക്തി നമുക്ക് ലഭിക്കണം. അത് ഇന്നത്തെ യുവജനങ്ങൾ നേടിയെടുക്കണം. ഒരു ആത്മീയ ജീവിതം, ഒരു ഡിസിപ്ലിൻഡ് ജീവിതം, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ബിൽഡപ്പ് ചെയ്യണം. അതിന് നമ്മളെ MCOIM അംഗങ്ങൾക്ക് സാധിക്കണം. ആ ആധ്യാത്മികമായ ഒരു അടിത്തറ ഇല്ലാതെ, ഒരു ലൈഫ് സ്റ്റൈൽ ഇല്ലാതെ, ജീവിത ശൈലി ഇല്ലാതെ മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. അതിന് നമ്മൾ MCOIM നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആരാധനക്രമാധിഷ്ഠിതമായ വേദപുസ്തകത്തിൽ അടിസ്ഥാനം അല്ലെങ്കിൽ വേരൂന്നിക്കൊണ്ട് ഒരു ജീവിത ശൈലി നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ സഭയിൽ മാറിവാനിയസ് പിതാവിൻ്റെ ആധ്യാത്മിക ജീവിത ശൈലിയും സുവിശേഷ സംഘത്തിലൂടെ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ശൈലിയും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് യുവജനങ്ങൾ ഏറ്റെടുക്കണം. ആത്മീയമായ സ്റ്റാമിന നമുക്ക് ആവശ്യമുണ്ട്. മൂന്നാമതായിട്ട് ഇമോഷണൽ സ്റ്റാമിന. ജീവിതം അഭിമുഖീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ജീവിതം അഭിമുഖീകരിക്കാൻ നമ്മുടെ ഇമോഷൻസ്, പല രീതിയിലുള്ള ഇമോഷൻസ് നമുക്കുണ്ടല്ലോ. പക്ഷേ ആ ഇമോഷൻസ് എന്നും ഉണ്ടാവും, അതിന് മാറ്റം ഉണ്ടാവുകയില്ല എന്ന് കരുതരുത്. വേദനയുടെ ഇമോഷൻസ് ഉണ്ടാകാം, കണ്ണുനീരിൻ്റെ അവസ്ഥകളുണ്ടാവാം, പക്ഷേ അല്പ കഴിയുമ്പോൾ സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ അഭിമുഖീകരിക്കുന്നതിന് നമുക്ക് ശക്തി ഉണ്ടാകണം. നമ്മൾ പ്രത്യേകിച്ച് യുവജനങ്ങളായിരിക്കുമ്പോൾ ജീവിതത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിലെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കുന്നതിനും അനലൈസ് ചെയ്യുന്നതിനും നമുക്ക് സാധിക്കണം. അതിനുള്ള ശക്തി നമുക്ക് വേണം. ഈ 3 സ്റ്റാമിന, ഫിസിക്കൽ സ്റ്റാമിന, സ്പിരിച്വൽ സ്റ്റാമിന, ഇമോഷണൽ സ്റ്റാമിന. ഈ ഇമോഷണൽ സ്റ്റാമിന ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് പലർക്കും ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത 2 വാചകങ്ങൾ ആർക്കെങ്കിലും ഗസ് ചെയ്ത് പറയാവോ? ഇന്ന് നമ്മുടെ യുവതലമുറ കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത 2 കാര്യങ്ങൾ, 2 വാക്കുകൾ. ഒന്ന് പേഷ്യൻസ്, സഹിഷ്ണുത. ഇതാർക്കും ഇഷ്ടമില്ല. രണ്ടാമത്തേത് ഹാർഡ് വർക്ക്, കഠിനാധ്വാനം. അതറിയില്ല, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കിട്ടണം. കാരണം കമ്പ്യൂട്ടറിൽ ടച്ച് ചെയ്യുമ്പോൾ കിട്ടും. ചിലർ വിചാരിക്കുന്നത് ഭക്ഷണം ഭാവിയിൽ ഇതുപോലെ കിട്ടുമെന്ന് ടച്ച് ചെയ്യുമ്പോൾ. അതുകൊണ്ട് കൃഷി ചെയ്യുന്നില്ല, മണ്ണിൽ കൈ തൊടുന്നില്ല. അങ്ങനെ ഇരുന്ന് നമുക്ക് എങ്ങനെ ഭക്ഷണം ലഭിക്കും? കഠിനാധ്വാനവും
സഹിഷ്ണുതയും സാക്രിഫൈസും പേഷ്യൻസും ക്ഷമയും ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഡിസംബർ 8-ാം തീയതി മുതൽ മാർപ്പാപ്പ ജൂബിലി ഇയർ ഓഫ് മേഴ്സി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പം ഇതൊക്കെ നമ്മെ ആത്മീയമായിട്ട് ശക്തിപ്പെടുത്തുന്നതിനാണ്. പ്രിയ സഹോദരങ്ങളെ, യുവജന സുഹൃത്തുക്കളെ, നിങ്ങൾ ഫിസിക്കലായിട്ട് സ്റ്റാമിന ഉള്ളവരായിട്ട് മാറണം, സ്പിരിച്വൽ സ്റ്റാമിന ഉള്ളവരായിട്ട് മാറണം, ഇമോഷണൽ സ്റ്റാമിന ഉള്ളവരായിട്ട് മാറണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭയ്ക്ക് ഫിസിക്കൽ സ്റ്റാമിന ഉണ്ടാവും, സ്പിരിച്വൽ സ്റ്റാമിന ഉണ്ടാവും, ഇമോഷണൽ സ്റ്റാമിന. യു ആർ നോട്ട് ഓൺലി ദ ഫ്യൂച്ചർ ബട്ട് ഓൾസോ ദ പ്രസന്റ് ഓഫ് ദ ചർച്ച്. യൂത്ത് മിനിസ്ട്രിയിലായിരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. യൂത്ത് മിനിസ്ട്രി എന്ന് പറയുന്നത് തന്നെ യുവജനങ്ങളോട് കരുണ കാണിക്കുക എന്നാണ്. കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ കളക്ഷൻ എടുത്ത് കൊടുക്കുക, പൈസ പിരിച്ചു കൊടുക്കുക എന്നുള്ളത് അർത്ഥമല്ല. കമ്പാഷൻ എന്നുള്ള വാക്കിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് കും പാസിയോ എന്നുള്ള ലത്തീൻ വാക്കിൽ നിന്നാണ് അത് വരുന്നത്. ടു സഫർ വിത്ത്. യുവജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അവരുടെ കൂടെ സഹിക്കുക, അവരുടെ കൂടെ സഫർ ചെയ്യുക, അതാണ് യൂത്ത് മിനിസ്ട്രി. അതിന് യൂത്ത് മിനിസ്ട്രിയിലായിരിക്കുന്ന വൈദികർക്കും സിസ്റ്റേഴ്സിനും ആനിമേറ്റേഴ്സിനും സാധിക്കട്ടെ. എല്ലാ ഭാരവാഹികളെയും അഭിനന്ദിക്കുന്നു. ഇത് നിങ്ങൾക്ക് യുവജന സംഘടനയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന അഭിവന്യ പിതാക്കന്മാരെ, വൈദികരെ, അതുപോലെ ആത്മായ ശ്രേഷ്ഠരെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ സമ്മേളനം നമുക്കെല്ലാവർക്കും പുത്തൻ ചൈതന്യം നൽകുന്ന ഒന്നായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അഭിവന്യ വിൻസെന്റ് മാർ പൗലോസ് മെത്രാപ്പോലീത്ത തിരുമനസിന്റെ സ്നേഹപൂർവമായ പ്രചോദനാത്മകമായ വാക്കുകൾക്ക് ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. കർമ്മരംഗത്ത് പ്രതിബദ്ധതയും പ്രവർത്തനങ്ങളിൽ സുതാര്യതയും മുഖമുദ്രയാക്കിയ യുവജന നേതാവ്, സഭാതല സമിതി പ്രസിഡന്റ് ശ്രീ റെനി രാജ് തേവർത്തോട്ടത്തിലിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ യുവജന പ്രസ്ഥാനമായ മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ 25ാമത് അന്തർദേശീയ യുവജന കൺവെൻഷന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെയും വിശിഷ്ടാതിഥികളെയും സഭയുടെ പേരിൽ, സഭയിലെ മുഴുവൻ യുവജനങ്ങളുടെയും പേരിൽ ഏറെ ഹൃദ്യമായി ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിലായിരിക്കുന്ന മലങ്കര കത്തോലിക്ക സഭയുടെ യുവജന കമ്മീഷന്റെ ചെയർമാൻ, ഏറെ പ്രിയങ്കരനായ അഭിവന്യ വിൻസെന്റ് മാർ പൗലോസ് തിരുമനസെ, പുതിയതായി രൂപം കൊണ്ട ഗുഡ്ഗാവ് രൂപതയുടെ അധ്യക്ഷൻ ഏറെ പ്രിയങ്കരനായ ജേക്കബ് മാർ ബർണബാസ് തിരുമനസെ, മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ അന്തർദേശീയ ആത്മീയ നേതൃത്വം ഏറെ പ്രിയങ്കരനായ ഫാദർ തോമസ് കയ്യാലക്കൽ, സഭാതല സമിതിയുടെ ഭാരവാഹികളായിരിക്കുന്ന ഏറെ പ്രിയങ്കരനായ ശ്രീ ബിനു കല്ലറക്കൽ, ശ്രീ ഷാജി മലയിൽ, ശ്രീ ടിനു കുര്യാക്കോസ്, തോമസ് ഇടയാൽ, ജിൻസി എം സജി, പ്രമോദ് മാർക്കോസ്, ദീപു ജേക്കബ്, ഈ പ്രസ്ഥാനത്തിന്റെ ആനിമേറ്റർ ആയിരിക്കുന്ന ഏറെ പ്രിയങ്കരനായ ശ്രീ വി സി ജോർജ് കുട്ടി, തിരുവല്ല അധിപതിരാസനത്തിന്റെ ഏറെ സ്നേഹിതനായ ഡയറക്ടർ ഫാദർ ജോർജ് വലിയപറമ്പിൽ, കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിൽ മലങ്കരയുടെ ശബ്ദമായി നിൽക്കുന്ന KCYM സംസ്ഥാന ഡയറക്ടർ ഏറെ പ്രിയങ്കരനായ റവറൻ ഡോക്ടർ മാത്യു ജേക്കബ് തിരുവാലിൽ OIC, യുവജനങ്ങളുടെ ശബ്ദം ഏറെ സ്നേഹിതനായ ഈ രൂപതയുടെ അഭിമാനവുമായിരിക്കുന്ന ഏറെ പ്രിയങ്കരനായ ശ്രീ സനോജ് ഷാജി ജോസഫ്, വിവിധ രൂപതകളിൽ നിന്നായി കടന്നു വന്നിരിക്കുന്ന ഏറെ സ്നേഹിതരായ പ്രിയപ്പെട്ട ഭദ്രാസന പ്രസിഡന്റുമാരെ, വന്യ വൈദിക സഹോദരങ്ങളെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സ്പന്ദനങ്ങളായിരിക്കുന്ന എൻ്റെ പ്രിയ യുവജന സുഹൃത്തുക്കളെ, നാം ഇന്നിവിടെ ആയിരിക്കുമ്പോൾ ഇരട്ടി സന്തോഷത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ആയിരിക്കുക. 1930 ലോകം കണ്ട ഈ ഭാരതത്തിൽ നടന്ന ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനത്തിന് 85 വയസ്സ് പൂർത്തിയാവുകയാണ്. നമ്മുടെ ഈ സന്തോഷത്തിന് കാരണഭൂതനായ ദൈവദാസൻ മാർ ഇവാനിയോസ് പിതാവിന്റെ പാദസ്പർശനത്താൽ ധന്യമായ തിരുമൂലപുരത്തിന്റെ മണ്ണിൽ ഈ സഭയുടെ നട്ടെല്ലാ യുവജനങ്ങൾ ഒന്നു ചേരുമ്പോൾ
ഈ സഭാ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുവാൻ സർവശക്തൻ കനിഞ്ഞു നൽകിയ അനുഗ്രഹത്തിന് ശക്തിക്ക് ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. കഴിഞ്ഞ 8.5 പതിറ്റാണ്ട് കാലമായി നമ്മുടെ ഇടനെഞ്ചിന്റെ സ്പന്ദനങ്ങൾക്കൊപ്പം നാം കാത്തു സൂക്ഷിച്ച അവികല സഭാ സ്നേഹത്തിന് പരിശുദ്ധ സിംഹാസനം ഈ ഭാരതം മുഴുവൻ ദൈവവചന പ്രഘോഷണം നടത്തുവാൻ ഈ സഭയ്ക്ക് ശ്ലൈഹിക അനുമതി നൽകിയിരിക്കുന്ന ഈ അവസരത്തിൽ സഭയുടെ യുവജനങ്ങൾ എന്ന നിലയിൽ, ഈ സഭയുടെ മുഖം എന്ന നിലയിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാനുള്ള അവസരമാണ് ഇത്. ഈ സഭയുടെ യുവജന പ്രസ്ഥാനം സഭാതലത്തിൽ രൂപീകൃതമായതിൻ്റെ 25 വർഷം നാം ആചരിക്കുകയാണ്. സഭാതലത്തിൽ ഇത് കേന്ദ്ര സമിതി രൂപീകൃതമാകുവാൻ അക്ഷീണം പരിശ്രമിച്ച ഭാഗ്യസ്മരണാർഹനായ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രഥമ കാതോലിക്ക ബാവ തിരുമനസ് അഭിവന്യ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവ തിരുമനസിന്റെ ദീപ്ത സ്മരണകൾക്ക് മുമ്പിൽ ഈ സഭയിലെ മുഴുവൻ യുവജനങ്ങളുടെയും പേരിലുള്ള പ്രാർത്ഥനാ മഞ്ജരികൾ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ദൈവിക വിശ്വാസങ്ങളും മാനുഷിക മൂല്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ അവസരത്തിൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ ലിവ് ഇൻ ദ ഫെയ്ത്ത് ആൻഡ് വേക്ക് അപ്പ് ദ വേൾഡ്, വിശ്വാസം ജീവിക്കാം, വിശ്വത്തെ ഉണർത്താം എന്നുള്ള ആപ്തവാക്യവുമായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ധാർമ്മിക വചന പ്രസ്ഥാനം MCYM അതിന്റെ പ്രവർത്തന പന്ഥാവിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. യുവജനങ്ങളെ, നിങ്ങളാണ് സഭ എന്ന് വിളംബരം ചെയ്ത പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതീക്ഷകൾക്ക് പ്രത്യുത്തരം നൽകുവാനുള്ള പടപ്പുറപ്പാടാണിത്. പണത്തിന്റെ പിന്നാലെ ഓടുന്ന ആധുനിക സംസ്കാരം ഒരു വിരൽ തുമ്പിൽ മാത്രം ഒതുങ്ങുന്ന സൗഹൃദത്തിലേക്ക് ചുരുങ്ങുമ്പോൾ, വിശ്വാസത്തിൽ അടിയുറച്ച, മാനുഷിക സ്നേഹത്തിൽ മൂല്യമൂട്ടിയുറച്ച ഒരു യുവജന സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ, ഈ ലോകത്തിന് വഴിവിളക്കാകുവാൻ, പ്രകാശമാകുവാൻ ഈ യുവജന സഭയ്ക്ക് കഴിയുന്നു എന്നതിൽ ഏറ്റവും അഭിമാനത്തോടെയാണ് ഞാൻ നിങ്ങളുമൊക്കെ ഇവിടെ ആയിരിക്കുക. ജീവന്റെ സമൃദ്ധി എന്ന ആപ്തവാക്യവുമായി 85ാമത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുനരൈക്യ വാർഷിക ആഘോഷങ്ങൾ തിരുവല്ലയിൽ നടത്തപ്പെടുമ്പോൾ ഈ സഭ മുന്നോട്ട് വെക്കുന്ന ഒട്ടനവധി കാര്യങ്ങളിലൊക്കെയും ഈ യുവജന പ്രസ്ഥാനത്തിന്റെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് ഏവർക്കും പിൻചേരാം. വാക്കുകളുടെ അതിപ്രസരം മൂലം കടന്നു വന്നിരിക്കുന്ന ഏവരെയും ബുദ്ധിമുട്ടിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ, വിശ്വാസം അന്യം നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് വഴിവിളക്കാകുവാൻ, സമൂഹത്തിൽ നടമാടുന്ന അക്രമങ്ങൾക്കെതിരെ, അതിക്രമങ്ങൾക്കെതിരെ പടപൊരുതുവാൻ, വാക്കാകുവാൻ, വാളാകുവാൻ, പൊരുതുവാൻ ഈ യുവജന സമൂഹത്തിന് കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. കപട മതേതരവാദികളും വർഗീയവാദികളും അരങ്ങത്താടിത്തിമിർക്കുമ്പോൾ നഷ്ടപ്പെടുന്നവന്റെ വേദന തിരിച്ചറിഞ്ഞ് കരയുന്നവന്റെയും കണ്ണീരൊപ്പുന്നവന്റെയും കൂടെ നിന്ന് പക്ഷം ചേരുവാൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അംഗങ്ങൾ എന്ന നിലയിൽ ഈ യുവജന പ്രസ്ഥാനത്തിന് ഏവർക്കും അതിന് ചൂടും ചൂരുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നാളിതുവരെ കടന്നു നൽകിയ എല്ലാവിധ പിന്തുണകൾക്കും സഹകരണങ്ങൾക്കും ഈ അവസരത്തിൽ സഭയിലെ മുഴുവൻ യുവജനങ്ങളുടെയും പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട്, കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലമായി നിങ്ങൾ ഓരോരുത്തരും ഈ സഭയോട്, ഈ സ്നേഹത്തോട് കാണിക്കുന്ന, ഈ യുവജന പ്രസ്ഥാനത്തോട് കാണിക്കുന്ന സ്നേഹത്തിന്, കരുതലിന് സഭയിലെ മുഴുവൻ യുവജനങ്ങളുടെയും പേരിൽ, സഭാതല സമിതിയുടെ പേരിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ജയ് ക്രൈസ്റ്റ്, ജയ് MCYM. ശ്രീ റെനി രാജിന്റെ ആവേശോജ്വലമായ വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു. കുലീനമായ ഇടപെടലുകളിലൂടെ ഊർജ്ജസ്വലമായി കർമ്മവീതിയിൽ യുവതയെ കരുത്തോടെ നയിക്കുന്ന KCYM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ സനൂർ ഷാജി ജോസഫിനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നിന്നുകൊണ്ട് ഈ തിങ്ങി നിറഞ്ഞ യുവജന സമൂഹത്തെ കാണുമ്പോൾ ഒരു മലങ്കര കത്തോലിക്ക യുവജന നേതാവ് എന്ന നിലയിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. ഈ കഴിഞ്ഞ 1 വർഷക്കാലം സഭ എന്നെ ഏൽപ്പിച്ച ദൗത്യവുമായി KCYM കർമ്മവീതിയിലൂടെ കടന്നു മുമ്പോട്ട് പോകുമ്പോൾ ഈ സഭയും ഈ യുവജന പ്രസ്ഥാനം എനിക്ക് നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. KCYM പ്രസ്ഥാനം പ്രത്യേകമായി ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്ന ആപ്തവാക്യം പ്രവാചക യുവത്വവും സമർപ്പിത ജീവിത ചൈതന്യവും എന്നുള്ളതാണ്. 85 വർഷങ്ങൾക്ക് മുമ്പ് ഈ സഭ ഏറ്റെടുത്ത ഒരു വലിയ ദൗത്യം. പ്രേക്ഷിതയായ ഈ സഭയിൽ അംഗങ്ങളാകുക വഴി നാം ഓരോരുത്തരും ഏറ്റെടുത്ത ഈ പ്രേക്ഷിത ദൗത്യത്തെ ഒന്നുകൂടി അതിൻ്റെ ഔന്നത്യത്തിലെത്തിക്കുവാൻ KCYM പ്രസ്ഥാനം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്.
സമൂഹത്തിൻ്റെ മുൻനിരയിൽ അണിചേരേണ്ട യുവജന സുഹൃത്തുക്കൾ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മുടെ ഉയർന്ന സാമ്പത്തിക ചുറ്റുപാടുകൾ, മാധ്യമത്തിൻ്റെ അതിപ്രസരം, ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലെ അതിപ്രസരവും നമ്മുടെ യുവജന സുഹൃത്തുക്കളെ സ്വന്തം സഹോദരങ്ങളെ പോലും മറന്നുകൊണ്ട് ഏകാന്തതയുടെയും സ്വാർത്ഥതയുടെയും സങ്കേതങ്ങളിലേക്ക് ചേക്കേറുവാൻ പ്രേരിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ അംഗങ്ങളെന്ന നിലയിൽ MCYM യുവജന പ്രസ്ഥാനത്തിലെ അംഗങ്ങളെന്ന നിലയിൽ നാം ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് ഒരു പുതിയ മാതൃക നമുക്ക് ഈ സമൂഹത്തിലേക്ക് സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ മാധ്യമങ്ങളുടെ അതിപ്രസരത്തിൽ, ഈ സാങ്കേതികത അതിപ്രസരത്തിൽ ഉഴലുന്ന നമ്മുടെ യുവജന സുഹൃത്തുക്കൾക്ക് മുമ്പിൽ നല്ലൊരു മാതൃക കാട്ടുവാൻ, സമൂഹത്തിൽ നടമാടുന്ന അധാർമിക ശക്തികൾക്കെതിരെ പോരാടുവാൻ MCYM പ്രസ്ഥാനത്തിന് സാധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നമ്മുടെ മുമ്പാകെ കാണിക്കുന്ന ഒരു വലിയ മാതൃകയാണ് തിരുവല്ല അതിരൂപത. നമ്മുടെ മുമ്പാകെ ഒരു വലിയ മാതൃക കാണിക്കുന്നു, സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മാതൃക. നമ്മുടെ അഭിവന്ദ്യ തോമസ് മാർ കുർലോസ് തിരുമേനിയുടെയും സ്തേഫാനോസ് തിരുമേനിയുടെയും ഇവിടെ വന്ന് നമ്മുടെ വൈദികരുടെയും അൽമാരുടെയും എല്ലാ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഡയാലിസിസ് പദ്ധതി, അതുപോലെ ഭവന നിർമ്മാണ പദ്ധതി തുടങ്ങിയ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ 85 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ അടിച്ചമർത്തലുകളിലൂടെ തള്ളിവിട്ട ഒരു സമൂഹത്തിന് മുമ്പേ വളർന്നു വലുതായി നിൽക്കുമ്പോൾ നമ്മുടെ ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ, നമ്മുടെ ഈ സഭയുടെ സമൃദ്ധിയിൽ നമുക്ക് ഈ ലോകത്തിന് നൽകുന്ന ഒരു വലിയ ഉത്തമമായ മാതൃക, നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ സഹോദരങ്ങളെ, ഈ സമൂഹത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ സഭ നൽകുന്ന ഒരു വലിയ മാതൃക. ഈ പുനരൈക്യ വേദിയിൽ നിന്നും നമ്മളായിരിക്കുന്ന നമ്മുടെ രൂപതകളിലേക്ക് നാം കടന്നു പോകുമ്പോൾ ഈ ഒരു വലിയ മാതൃക നമുക്ക് നമ്മുടെ രൂപതകളിലേക്ക് ഹൃദയത്തിൽ ചേർത്തുകൊണ്ട് നമുക്ക് കടന്നു പോകുവാൻ സാധിക്കണം. കഴിഞ്ഞ 47 വർഷങ്ങളായി മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനം ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്കായി, ഈ സഭയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കായി നൽകുന്ന എല്ലാവിധ സേവനങ്ങളെയും നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, നമ്മുടെ സഭയുടെ ഐക്യത്തിന്റെ ശുശ്രൂഷ ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അത് എല്ലാവിധമായ ഔന്നത്യത്തിലും എത്തിക്കുവാൻ ഓരോ യുവജന സുഹൃത്തുക്കൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് KCYM സംസ്ഥാന സമിതിയുടെ നാമത്തിലുള്ള എല്ലാവിധ ആശംസകളും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ സഹപ്രവർത്തനുമായ KCYM സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സിജോ അമ്പാട്ടിൻ്റെ പേരിലും KCYM സംസ്ഥാന സമിതിയിലെ എല്ലാവിധമായ എൻ്റെ സഹഭാരവാഹികളുടെ പേരിലും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് MCYM. 85ാം പുനരൈക്യ വാർഷികത്തോടനുബന്ധിച്ച് ഏറെ ദൈവാനുഗ്രഹം വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണല്ലോ നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ നടത്തപ്പെടുന്ന 25ാം അന്തർദേശീയ യുവജന സംഗമവും ഏറെ അനുഗ്രഹപ്രദവും യുവജനങ്ങൾക്ക് ഉപകാരപ്രദവുമായി തീരട്ടെ. വിശ്വാസ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിത പ്രതിസന്ധികളെ നേരിടുവാനും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും യുവജനങ്ങളായ നാം ഓരോരുത്തർക്കും സാധിക്കണം. പുനരൈക്യ ശില്പിയായ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഓർമ്മ ദിവസം ദുബൈയിലെ യുവജന സുഹൃത്തുക്കൾ അന്നത്തെ പ്രശ്നം ഉപേക്ഷിച്ചുകൊണ്ട് സമാഹരിച്ച 1,20,000 രൂപ അവരുടെ സഹായനിധിയായ മന്ന ചാരിറ്റിയുടെ ഭാഗമായി ഇന്നിവിടെ കൈമാറുവാൻ സാധിക്കുന്നതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ദുബൈയിലായിരിക്കുന്ന ദുബായ് യുവജന സുഹൃത്തുക്കളുടെയും ദുബായ് കമ്മ്യൂണിറ്റിയുടെയും ഞങ്ങളുടെ വികാരി അച്ഛനായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു കണ്ടത്തിലച്ഛൻ്റെയും പേരിലുള്ള എല്ലാ ആശംസകളും പുനരൈക്യ ആഘോഷങ്ങൾക്കും യുവജന കൺവെൻഷനും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് MCYM. ദുബായ് റീജിയൻ നൽകുന്ന വിദ്യാഭ്യാസ സഹായ നിധി വിതരണത്തിനായി അഭിവന്ദ്യ ജേക്കബ് മാർ ബർണബാസ് തിരുമേനിയെ ക്ഷണിക്കുന്നു. അഭിവന്ദ്യ ജേക്കബ് മാർ ബർണബാസ് തിരുമേനിയും ദുബായ് മലങ്കര കാത്തലിക് കമ്മ്യൂണിറ്റി വൈസ് പ്രസിഡന്റ് ശ്രീ ലിബു ബാബുവും ചേർന്ന് ഇപ്പോൾ ഈ സഹായ വിതരണം നടത്തുന്നു. മോനു ജോസഫ്,
ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, മുസലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പത്തനംതിട്ടയിലെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാർ തെയോഫിലോസ് സ്നേഹഭവൻ പുത്തനങ്ങാടി, മാർ തെയോഫിലോസ് സ്നേഹഭവൻ ഓർഫനേജ് പുത്തനങ്ങാടി ഇവിടേക്ക് ഒരു ധനസഹായം നൽകുന്നു. ശ്രീ ജോബിയും ചേർന്ന് ഇപ്പോൾ ആ സഹായം ഏറ്റുവാങ്ങുന്നത്. ഈ സമ്മേളനത്തെ വിജയപ്രദമാക്കിയ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതിനായി ആതിഥേയ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അന്തർദേശീയ സമിതിയുടെ പ്രസിഡന്റ് റെനിരാജ്, യൂത്ത് കമ്മീഷൻ ചെയർമാൻ അഭിനന്യ പൗലോസ് തിരുമേനി, ബർണബാസ് തിരുമേനി, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനീയ വ്യക്തികളെ, നിന്നുകൊണ്ട് നാം ഭാരതത്തിന്റെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ വീണ്ടും സർവാത്മന പങ്കുചേരുകയാണ്. തെറ്റായ ഒരു ധാരണയ്ക്ക് നാം കുടപിടിക്കരുത്, കൂട്ടുനിൽക്കരുത്. ഈ രാജ്യം ഏതോ ഒരു വിശ്വാസത്തിൽ പുലരുന്ന സംസ്കാരമാണെന്ന് തെറ്റിദ്ധാരണ പരത്തുമ്പോൾ അത് തിരുത്തുന്നതിനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇത് നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ കുറച്ചാളുകൾക്ക് രേഖാമൂലം എഴുതി കൊടുത്തിരിക്കുന്ന പ്രദേശങ്ങളെ കണക്കിലെടുത്തല്ല, 5000-ൽ പരം വർഷങ്ങളായി സജീവമായി നിലകൊള്ളുന്ന ഒരു ജീവിത മൂല്യക്രമം, അതാണല്ലോ ഭാരതീയ സംസ്കൃതി. ലോകത്തിന്റെ മുമ്പിൽ തന്നെ ആവേശമായും ആശ്ചര്യമായും നിൽക്കുന്ന ഈ ജീവിത ക്രമത്തെ കുറിച്ച് ലോകം ആദരപൂർവ്വം നിൽക്കുമ്പോൾ നമ്മുടെ കാലിൽ ചുവട്ടിലെ മണ്ണ് ഒഴുകിപ്പോകാതെ ഇരിക്കുവാൻ നാം ജാഗരൂകരായിരിക്കണം. ഒരുമിച്ച് ജീവിക്കാനും ഒരുമയോടെ നിലകൊള്ളാനും വിശ്വാസത്തിൽ അനന്യത കാത്തു സൂക്ഷിക്കാനും പൊതുസ്ഥലങ്ങളിൽ സമവായത്തിൽ മുന്നേറുവാനും കഴിയുമെന്ന് ലോകത്തിന് പാഠഭേദം നൽകിയിട്ടുള്ള അത്യപൂർവമായ സംസ്കാരങ്ങളിൽ ഒന്നാണ് ലോകത്തിന്റെ തന്നെ നെറുകയിൽ നിൽക്കുന്ന ഈ മഹാരാജ്യത്തിന്റെ സംസ്കൃതി. ഇതൊരു വിശ്വാസവുമായി മാത്രം ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്കൃതി അല്ല എന്ന് അതേ സമൂഹത്തിലുള്ള ആളുകൾ തന്നെ പഠിപ്പിക്കുന്നത് നാം ഗൗരവമായി കാണണം. ഇന്ത്യ ഈസ് അവർ കൺട്രി. ഇന്ത്യയിലെ മാതൃരാജ്യം. ഈ രാജ്യത്തിലെ എല്ലാവരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് എല്ലാ ദിവസവും അസംബ്ലിയിൽ ഏറ്റുപറഞ്ഞ് പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഹൃദയങ്ങൾ. ഇന്നത് ചൊല്ലുവാൻ മടിക്കേണ്ടുന്നതില്ല. ഇന്നും ഈ രാജ്യം എന്റേതും ഈ രാജ്യത്തെ പൗരന്മാര് എന്റെ സഹോദരനും സഹോദരിയുമാണ് എന്ന് പറയുവാൻ നാം മടിക്കേണ്ടതില്ല. അവർ പോകുന്ന പള്ളിയെയോ മോസ്കിനെയോ അമ്പലത്തെയോ നോക്കി ഇത് മാറ്റി പറയേണ്ട ദൗർഭാഗ്യം ഭാരതീയ ജനതയ്ക്ക് വന്നിട്ടില്ല. ഈ സത്യം ആരാണ് പ്രഘോഷിക്കേണ്ടുന്നത്? ആത്മാഭിമാനത്തോടുകൂടി ഈ രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ പ്രവേശിച്ചിരിക്കുന്ന സകലർക്കും അഭിമാനത്തോടെ പറയുവാൻ കഴിയുന്ന വസ്തുതയാണ്. ഇവിടെ ഈ രാജ്യം ഭീരുക്കളുടെ രാജ്യമായി അധപ്പതിക്കുവാൻ പാടില്ല. ഇത് മൗലാന ആസാദിന്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ മഹാത്മജിയുടെ നാടാണ്. നിറനോക്കുമായി നിൽക്കുമ്പോൾ ചെറിയ ഊന്നുവടിയുമായി അവരുടെ മധ്യത്തിലേക്ക് കടന്നു ചെന്ന മഹാനായ ലോകത്തിന്റെ മഹത്വ ചരിത്രം എഴുതിയ ഗാന്ധിയുടെ മണ്ണിൽ ഭീരുക്കൾക്ക് ജീവിക്കാൻ അവകാശമില്ല. ഇത് ദേശീയതയുടെയും ധൈര്യത്തിന്റെയും സംസ്കാരത്തിന്റെ മൂല്യതയുടെയും നാടാണ്. ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, സമവായത്തിന്റെ സംസ്കാരം ഊന്നി പറയുവാൻ ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങളോടും ചേർന്ന് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം മുൻപോട്ട് വരേണ്ടിയിരിക്കുന്നു. നാം നമ്മുടെ ഏതാനും കാര്യങ്ങൾ അലോലസപ്പെടുമ്പോൾ, ന്യൂനപക്ഷ സംബന്ധമായ ചില വിഷയങ്ങളിൽ നമുക്ക് തടസ്സമുണ്ടാകുമ്പോൾ നാം പൊതുനിരത്തിലേക്ക് ഇറങ്ങി നമ്മുടെ അവകാശത്തെ സംരക്ഷിക്കുവാൻ റാലികൾ നടത്തുമ്പോൾ കാട്ടുന്ന ആവേശം,
ഈ ഭാരതീയ സംസ്കാരം വ്രണപ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുവാനും ഈ ഭാരത സംസ്കാരത്തെ വീണ്ടും തുന്നിപ്പിടിപ്പിക്കുവാനും നമുക്ക് ബാധ്യതയുണ്ടെന്ന ബോധത്തോടുകൂടി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ പൗരബോധം ഉണരണം. സംഘർഷത്തിന്റെ അല്ല, സമവായത്തിന്റെ ചരിത്രവും സമവായത്തിന്റെ രീതിയുമാണ് ഭാരതീയ സംസ്കാരം. ഈ രാജ്യം നിലനിൽക്കേണ്ടുന്നത് ഒരു മതവിഭാഗത്തിന്റെ മാത്രം ആവശ്യമല്ല. ഈ രാജ്യം നിലനിൽക്കേണ്ടത് ലോകത്തിന്റെ തന്നെ ആവശ്യമാണ്. ഈ ലോകത്ത് പാരസ്പര്യത്തിന്റെയും വൈവിധ്യത്തിന്റെയും വൈവിധ്യങ്ങളിലൂടെ ഐക്യത്തിന്റെയും സാധ്യതമായ ജീവിത അനുഭവം സാധിക്കുമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ കഴിയുന്ന മഹത്തായ ഒരു രാജ്യം ഇല്ലാതായി പോകുന്നത് വർഗീയ വിദ്വേഷം വർദ്ധിക്കുവാൻ ഇടയാകുന്നെങ്കിൽ അത് കത്തിപ്പടരുമ്പോൾ സംഭവിക്കുന്ന മുറിവുകൾക്ക് ഇവിടെ വച്ചു കെട്ടുവാൻ ആളുകളില്ലാതെ അവശേഷിക്കുന്ന ദുരവസ്ഥയുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ രാജ്യസ്നേഹികളായ ഓരോരുത്തരും കടന്നു വരണം. ഭാഗ്യമെന്ന് പറയട്ടെ, ദൈവാനുഗ്രഹമെന്ന് പറയട്ടെ, ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകളും ഇതേ ദിശയിൽ ചിന്തിക്കുന്നവരാണ്. ഹൈന്ദവ സമൂഹത്തിലെ അനേകം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ ഈ ഭാരതത്തിന്റെ മതേതരത്വത്തിലും ഭാരതത്തിന്റെ സമവായത്തിലും സമന്വയത്തിലും അഭിമാനത്തോടെ പങ്കുചേരുന്നവരാണെന്ന വസ്തുത നാം എല്ലാവരും സന്തോഷപൂർവ്വം അനുസ്മരിക്കുകയാണ്. അവർ നമുക്ക് നൽകുന്ന പരസ്പര ബന്ധം അത് ലോകത്തിൽ അതുല്യമായ അനുഭവമാണ്. ആ വലിയ അനുഭവം തുടരുന്നതിന് മലങ്കര കാത്തലിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ രാജ്യസ്നേഹം മുൻനിർത്തിയുള്ള നമ്മുടെ രാജ്യം എന്നുള്ള പ്രമേയം ജീവിക്കുന്നതിന് നമ്മുടെ സഭാ മക്കൾക്ക് പ്രത്യേക പ്രചോദനം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. തിരുവല്ല അതിരൂപതയുടെ ആഭിമുഖ്യത്തിലാണ് നമ്മുടെ ഈ വലിയ വാർഷിക ആഘോഷങ്ങളും അതുമായി ബന്ധപ്പെട്ട മലങ്കര കാത്തലിക് അസോസിയേഷന്റെയും MCYM-ന്റെയും ആയിരക്കണക്കിന് നമ്മുടെ കുഞ്ഞുങ്ങൾ സംബന്ധിക്കുന്ന MCCL-ന്റെയും ഈ വാർഷിക സമ്മേളനങ്ങൾ നടക്കുക അത് വലിയ ഒരു അനുഗ്രഹമായി കരുതുന്നു. അഭിനന്ദനായ ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂറിലോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ അധിപതിരാസനം ഏറെ ശ്രദ്ധയോടുകൂടി നമുക്ക് ആതിഥ്യം അരുളുന്നു. ഈ തിരുവല്ല അധിപതിരാസനത്തെ നമ്മുടെ സഭയുടെ പേരിൽ പ്രത്യേകമായി ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ തുടർന്ന് നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ. നമുക്ക് ഇവിടെ അഭിനന്ദനം അർപ്പിക്കുവാൻ പ്രത്യേക ചടങ്ങുണ്ട് എങ്കിൽ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ച് എനിക്ക് MCYM-ന്റെ ചടങ്ങിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് അഭിമാനമായിരിക്കുന്ന ഈ സദസ്സിൽ ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ ഡൽഹി മൈനോറിറ്റി കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എബ്രഹാം പട്ടിയാനി സൺഡേ സ്കൂൾ പഠിച്ച് സൺഡേ സ്കൂളിലൂടെ വളർന്ന് MCYM-ൽ നേതൃനിരയിൽ പ്രവർത്തിച്ച് ഞായറാഴ്ച പള്ളിയിലെ നമസ്കാരത്തിലും കുർബാനയിലും സംബന്ധിച്ച് പള്ളിയുടെ സഭയുടെ ആലോചനകളിലൊക്കെ സജീവമായി പങ്കുചേർന്ന് ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തനം തുടങ്ങിയപ്പോഴും ശൈലിയിൽ മാറ്റം വരുത്താതെ അദ്ദേഹം സഭയോടൊത്ത് മുൻപോട്ട് പോയപ്പോൾ ഡൽഹി സംസ്ഥാനത്ത് ഇന്ന് മൈനോറിറ്റി കമ്മീഷനിൽ 3 അംഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഒരാൾ നമ്മുടെ ഈ സഭാംഗമായ ഈ അതിരൂപതയുടെ മകനായ ഇപ്പോൾ ഡൽഹി ഭദ്രാസനത്തിന്റെ മകനായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് എബ്രഹാം പട്ടിയാനിയാണ് എന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. ഫോർമലായ ചടങ്ങ് പിന്നീട് നടന്നുള്ളൂ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷറർ ജനറൽ സെക്രട്ടറിമാര് കുറേയേറെ പേരുണ്ടെന്ന് അറിയാം. വൈസ് പ്രസിഡന്റ്മാര് അതിന്റെ ഇരട്ടി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ട്രഷറർ ഒന്നേ ഉള്ളൂ. KPCCക്ക് ട്രഷറർ ഒന്നേ ഉള്ളൂ. അതാണല്ലോ അതിന്റെ യുക്തി. ഒരാൾ കണക്കെഴുതുന്നതാണ് നല്ലത്. നമ്മുടെ പ്രിയപ്പെട്ട മാവേലിക്കര രൂപതയിൽ നിന്ന് നമ്മുടെ സഭാംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാമാണ് KPCCയുടെ ട്രഷറർ. അദ്ദേഹത്തിന് അഭിനന്ദനം പറയുന്നതിനേക്കാൾ അദ്ദേഹം നമ്മുടെ സഭയുടെ മുഖ്യധാരയിൽ എപ്പോഴും നിന്ന് പ്രവർത്തിക്കുന്ന അഭിമാനബോധമുള്ള സഭയുടെ ഒരു മകനാണ്. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗമാണ്. അദ്ദേഹത്തിന്റെ ഈ പുതിയ സ്ഥാനലബ്ധി
സിൻഡിക്കേറ്റ് അംഗമെന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിലും KPCCയുടെ വിശ്വസ്തനായ ഒരു ട്രഷറർ എന്ന നിലയിൽ അദ്ദേഹം ശോഭിക്കുന്നതിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃനിരയിൽ അദ്ദേഹത്തെ ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നതിലും ഈ സഭയ്ക്കുള്ള വലിയ സന്തോഷം ഹൃദയപൂർവ്വം ഞാൻ അറിയിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ ഒരു അൽമായൻ റോമിൽ നടക്കുന്ന സിനഡിൽ ഔദ്യോഗികമായി ഇതാദ്യമായി ഈ വരുന്ന ഒക്ടോബർ 3-ാം തീയതി മുതൽ 25 വരെയുള്ള തീയതികൾ നടക്കുന്ന കുടുംബത്തെ സംബന്ധിക്കുന്ന പരിശുദ്ധ പിതാവിന്റെ അധ്യക്ഷതയിലുള്ള സിനഡിൽ നമ്മുടെ പ്രൊഫസർ ജേക്കബ് എം എബ്രഹാം സംബന്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. നമ്മുടെ സഭയിൽ നിന്ന് റോമിൽ നടക്കുന്ന ഒരു സിനഡിൽ ആദ്യമായിട്ടാണ് ഒരു അൽമായൻ നമ്മുടെ സഭയെ പ്രതിനിധാനം ചെയ്ത് സംബന്ധിക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനം പകരുന്നു. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ സഭയിലെ പ്രധാനപ്പെട്ട ഒരു ക്രീം സൊസൈറ്റി എന്ന് പറയുന്നത് അഡ്വക്കേറ്റുമാര് തുടങ്ങേണ്ട അധ്യാപകര് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അധ്യാപകർക്കുള്ള മികച്ച അധ്യാപകർക്കുള്ള അവാർഡ് കരസ്ഥമാക്കുന്നവര് എല്ലാ വർഷവും ഉണ്ട്. കഴിഞ്ഞ വർഷവും നമുക്കുണ്ടായ ബഹുമാനപ്പെട്ട ജോർജ് മാത്യു കരിയൂരച്ചൻ മാവേലിക്കര രൂപതാംഗം ദേശീയ അധ്യാപക അവാർഡ്. ഈ വർഷവും നമുക്ക് ഈ അവാർഡ് സമ്മാനമില്ല. ഈ പ്രാവശ്യം തിരുവല്ല രൂപതയിൽ നിന്നുള്ളവർ കാണുന്നുള്ളത് ബാക്കിയുള്ളവർ അറിഞ്ഞിരിക്കുക. ഡോക്ടർ വർഗീസ് ടി ടീച്ചർ ഇരവിലേതൂർ ഇടവകാംഗമാണ്. അദ്ദേഹം ഒരു സാധാരണ അധ്യാപകൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ബുദ്ധിവൈഭവത്തെ കുറിച്ചല്ല ഞാൻ സൂചിപ്പിച്ചത്. സർക്കാർ സ്കൂളിൽ പ്രൈമറി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഡോക്ടറേറ്റ് ഉള്ള ഒരു അധ്യാപകൻ. പ്രൈമറി സ്കൂളിൽ ഡോക്ടറേറ്റിന്റെ ആവശ്യമില്ല. അദ്ദേഹം നമ്മുടെ സഭയ്ക്ക് ഒരു വലിയ അഭിമാന ബോധം പകർന്നിരിക്കുകയാണ്. മതബോധന രംഗത്ത് നിന്ന് വിട്ടുമാറാത്ത ഒരു വിശ്വാസ പരിശീലകൻ കൂടിയാണ് പ്രിയപ്പെട്ട വർഗീസ് പീറ്റർ. അദ്ദേഹത്തെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ്. അനേകം പേർക്ക് പറയാൻ കാണും. അതൊക്കെ സംഘാടന വഞ്ചിപ്പാട്ടിന്റെ രീതിയിൽ പുതിയ നിയമത്തിലെ സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ആവിഷ്കരിച്ചിരിക്കുന്നതാണ് യേശുദേവചരിതം എന്ന പുസ്തകം. ഒരു പുസ്തക പ്രകാശനം കൂടി നടക്കുന്നു. ഓൾ ഇന്ത്യ AKCC മുൻ പ്രസിഡന്റ് ശ്രീ ജോൺ കച്ചമറ്റം സാറിന്റെ പുനരയിക്കാൻ സ്മരണാകിരണങ്ങൾ ഒരു പഠനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കൂടി അഭിമന്യ പിതാവ് നടത്തുന്നു. ഇന്നിവിടെ ഒരു പുസ്തകം നേരത്തെ പറഞ്ഞതനുസരിച്ച് അഭിമന്യ കർദിനാൾ പിതാവ് നിർവഹിക്കുന്നതാണ്. ദൈവദാസൻ മാർ ഇവാനോസ് തിരുമേനിയുടെ സർവഭക്തിയാകും ഭാഗ്യസ്മരണായ സിറിൽ മാർ ബസാലിയോസ് കാതോലിക്ക ബാബയുടെ പിതാവുമായ ശ്രീമാൻ മലച്ചെരുവിൽ മത്തായി സാറിന്റെ ജീവചരിത്രം ശ്രീ ജോയി കലയപുരം എഴുതിയത് ഇവിടെ വെച്ച അഭിമന്യ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് ഇവ പ്രകാശനം നിർവഹിക്കുന്നു. നമ്മുടെ രാജ്യം, നമ്മുടെ സഭ ഹൃദയത്തോട് ചേർന്ന് നിൽക്കണമെന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുകയും സമവായത്തിന്റെ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിച്ചേരുവാൻ ക്രൈസ്തവ സമൂഹം തയ്യാറാകണമെന്നും നമ്മളെ ഓർമ്മിപ്പിക്കുകയും അതോടൊപ്പം പുസ്തക പ്രകാശനം നടത്തിയ അത്യധിപന്യ കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാബ തിരുമനസിനോടുള്ള നന്ദി ഈ വേളയിൽ അറിയിക്കുന്നു. ആഘോഷങ്ങളെല്ലാം പ്രവർത്തനത്തിന് ശ്രീ ഷാജി പൂച്ചേരി കൈമാറുന്നു. അഭിമന്യ കർദിനാൾ തിരുമേനി അഭിമന്യ തോമസ് മാർ പൗലോസ് തിരുമേനിക്ക് കൈമാറി അവതരിപ്പിച്ചു. മൂന്നുപേരെയും കുറിച്ച് നമുക്ക് ഏറെ അഭിമാനമുണ്ട്. കാരണം കുറിച്ച് പ്രകടിപ്പിക്കേണ്ടത് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഓരോ വർഷത്തെയും നമ്മുടെ അടുത്തുള്ള ആളുകളെ കണ്ടെത്തുകയും അവർക്ക് പൊതുവേദിയിൽ വെച്ച് അനുമോദനങ്ങൾ അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം നമ്മുടെ മാവേലിക്കര രൂപതയിൽ
കറ്റാനം ഇടവക അംഗമാണ് പ്രിയപ്പെട്ട ജോൺസൺ എബ്രഹാം. അഭിയന്റെ പിതാവ് ഓർമ്മിപ്പിച്ചു KPCCയുടെ ട്രഷററായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എന്ന്. അതുപോലെ തന്നെ ഈ വർഷം അദ്ദേഹത്തെ സിൻഡിക്കേറ്റ്, കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗമായിട്ട് തെരഞ്ഞെടുത്തു. നമ്മളെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും അത് വലിയ സന്തോഷമാണ്, അഭിമാനമാണ്. നമ്മുടെ ഒരു മകൻ കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗമായി എന്നുള്ളത് എന്ന് പിതാവ് ഓർമ്മിപ്പിച്ചെങ്കിലും ബഹുമാനപ്പെട്ട ജോൺസൺ 9 വർഷക്കാലം KPCCയുടെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട്, തിരുവനന്തപുരം അഭിയുക്ത അതിരൂപതയുടെ പാസ്റ്റർ കൗൺസിലിന്റെ അംഗമായിട്ട്, അതുപോലെ തന്നെ ലൈറ്റി കമ്മീഷന്റെ അംഗമായിട്ട്, പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ശ്രീമാൻ അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം എന്നുള്ളത്. നമ്മളെ സെക്കൻഡറി സ്കൂളിലെ ഒരു അധ്യാപികയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. 2 മക്കളുള്ളതിൽ ഒരാള് പാസ്സായ വ്യക്തി കൂടിയാണ്. ഒരു മകള് +2 ഇപ്പോൾ പഠിക്കുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 5 പേര് പങ്കെടുത്തപ്പോൾ പങ്കെടുക്കുവാൻ ഇടയായി എന്ന് സന്തോഷത്തോടുകൂടി കണ്ടതാണ്. കാരണം ഇന്ത്യ ഗവൺമെന്റ് പ്രതിനിധിയായിട്ടാണ് ജോൺസൺ എബ്രഹാം നയിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അന്ന് മാർപ്പാപ്പ തിരുമനസ് ഇന്ന് നമുക്ക് ആദരിക്കുവാനായിട്ടുള്ളത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവും ആദരവുമുള്ള വ്യക്തിയാണ്. ഏതവസരത്തിലും ജോൺസൺ എബ്രഹാമിനോട് ഒരു ക്ലാസ് എടുക്കുവാനായിട്ട്, പ്രത്യേകിച്ച് നേതൃത്വത്തെ കുറിച്ച് ക്ലാസ് എടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടാൽ വളരെ സന്തോഷത്തോടുകൂടി കടന്നു വരും. കഴിഞ്ഞ വർഷം 2 പ്രാവശ്യം പത്തനംതിട്ട രൂപതയിൽ തന്നെ അദ്ദേഹം വന്ന് നേതൃത്വ ക്ലാസ് നടക്കുകയും അവരെ ആളുകൾക്ക് വലിയ ആവേശം കൊടുക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ജോൺസൺ എബ്രഹാമിനെ ഈ അവസരത്തിൽ ഈ അൽമായ സംഗമത്തിന്റെ പേരിൽ ഏറ്റവും ഹാർദവമായിട്ട് ഞാൻ അനുമോദിക്കുന്നു. കമ്മീഷന്റെ ചെയർമാൻ അഭിനന്ദനായ ജോഷുവ മാറിക്കാത്യോസ് പിതാവ് ഫലകം നൽകി പ്രിയപ്പെട്ട ജോൺസനെ ആദരിക്കുകയും ചെയ്തു. ഒരിക്കൽ കൂടി അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാമിന് വളരെ പ്രത്യേകമായിട്ടുള്ള അനുമോദനം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് അനുമോദിക്കുവാനുള്ളത് മറ്റൊരു വക്കീൽ കൂടിയാണ്, ബഹുമാന്യനായ അഡ്വക്കേറ്റ് എബ്രഹാം പട്ടിയാനി. ഇപ്പോൾ കർമ്മം കൊണ്ട് നമ്മുടെ ഡൽഹി ഭദ്രാസനത്തിൽ വളരെ സുദീർഘമായ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് പട്ടിയാനി. നമുക്ക് എല്ലാവർക്കും അഭിമാണ് പ്രിയപ്പെട്ട പട്ടിയാനി എന്നുള്ളത് ഞാൻ സന്തോഷത്തോട് കാണുകയാണ്. പല കോടതികളിലും, ഡൽഹിയിലുള്ള പല കോടതികളിലും വളരെ അനുഗ്രഹപ്രദമായ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് പട്ടിയാനി എന്നുള്ളത് സന്തോഷത്തോട് കാണുകയാണ്. പലതരത്തിലുള്ളതായ ലീഗൽ, അതുപോലെ തന്നെ വളരെ സൗജന്യമായിട്ട് പോലും അവിടെ ലീഗൽ അഡ്വൈസ് കൊടുക്കുവാനായിട്ട് പ്രിയപ്പെട്ട പട്ടിയാനി സമയം മാറ്റിവെച്ചിട്ടുണ്ട്, ദിവസം മാറ്റിവെച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള വലിയ സന്തോഷകരമായ ഒരു കാര്യം. അദ്ദേഹം എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് അനുമോദിക്കുന്നു. വീണ്ടും അഭിനന്ദനായ ദ്വേനിയാസ് പിതാവിനെ ഷോൾ അണിയിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട പട്ടിയാനി സാറിനെ ആദരിക്കുവാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. അഭിനന്ദന ജോഷുവ പിതാവ് ഇപ്പോൾ ഫലകം നൽകി നമ്മുടെ പ്രിയപ്പെട്ട പട്ടിയാനിയെ ആദരിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ട് പ്രഗത്ഭനായ ഒരന്മായൻ അഭിനന്ദ കത്തിരാതിരുമനസ് ഓർമ്മിപ്പിച്ചതുപോലെ ഉള്ളതായ ഒരു സ്കൂളിൽ പഠിപ്പിച്ച് നമ്മുടെ ഇരവിപേരൂർ ഇടവക അംഗമായി ഇന്ന് ഡോക്ടറേറ്റ് നേടി